ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് തിരമിസു. ഈ ഡെസേർട്ടിന് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ റെസിപ്പിക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മസ്കാർപോണി ചീസാണ്. ഇത് ഒരു ടൈപ്പ് സോഫ്റ്റ് ചീസാണ്. 250 ഗ്രാമിൻ്റെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി 5 മുട്ട, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്സ്. സ്പെഷ്യലായിട്ട് തിരമിസുവിന് വേണ്ടിയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണിത്. ഇനി 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ആദ്യം എല്ലാ മുട്ടയുടെയും മഞ്ഞ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ അതിന് പകരം 1 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വെച്ചിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 5 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റായിരിക്കും. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മസ്കാർപോണി ചീസ് ചേർത്ത് കൊടുക്കേണ്ടത്. മസ്കാർപോണി ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ടയുടെ മിക്സിനെയും ചീസിനെയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് ഈ ക്രീം തിക്കായിട്ട് വരുന്നത്. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ക്രീം ചെറുതായിട്ടൊന്ന് തിന്നാവും, എന്നാലും ടേസ്റ്റിന് യാതൊരു ഡിഫറൻസും ഉണ്ടാവില്ല. ഞാനൊരു 2 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് മാത്രം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് ചൂട് വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാത്തത്. ചെറുതായിട്ടൊരു ചൂടിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബിസ്ക്കറ്റ് എടുത്ത് കോഫിയുടെ മിക്സിലേക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് വച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇറ്റാലിയൻ തിരമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഈ ക്രീമും കോഫിയിൽ ഡിപ്പ് ചെയ്ത ബിസ്ക്കറ്റും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.